ലാൽകൃഷ്ണനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ലാൽ, എങ്ങനെയാണ് സിനിമാ മേഖല ഈ കോടതി വിധിയോട് പ്രതികരിക്കുന്നത്? ലാൽ, ഉന്മേഷ്, ഈ സംഭവം ഉണ്ടായ സമയത്ത്, അതായത് നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അന്വേഷണങ്ങളിൽ നിന്നുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പ്രധാനമായിട്ടും രംഗത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടന്നതിന് പിന്നാലെയാണ് ദിലീപിനെതിരെ സംഘടനാ തലങ്ങളിൽ വലിയ നടപടി വേണം എന്ന ആവശ്യം ഉയർന്നത്. ആ സമയത്ത് തന്നെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് താരസംഘടനയും അതോടൊപ്പം തന്നെ ദിലീപ് അംഗമായിട്ടുള്ള ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നതാണ്. ആ സമയത്ത് വലിയ രീതിയിലുള്ള കോളിളക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഘടനകളിൽ നിന്നെല്ലാം തന്നെ ദിലീപിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. പിന്നാലെ ദിലീപിൻ്റെ അറസ്റ്റ് നടക്കുന്നു. ദിലീപ് ജയിൽവാസം അനുഭവിക്കുന്നു. ജാമ്യത്തിൽ പുറത്തു വന്നതിന് ശേഷവും സിനിമാ മേഖലയിൽ പോലും ദിലീപ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ ദിലീപിനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന രീതിയിലാണ് ചലച്ചിത്ര മേഖല ഒന്നടങ്കം മുന്നോട്ട് പോയത്. ഒന്ന് രണ്ട് പടങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അഭിനയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരിടത്തും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കോടതി വിധി വന്നതിന് പിന്നാലെയാണ് പല മേഖലകളിൽ നിന്നും ദിലീപിന് അനുകൂലമായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കോടതി വിധിയെ സമ്മിശ്ര പ്രതികരണത്തോടു കൂടിയാണ് പലരും കാണുന്നതെങ്കിൽ പോലും കോടതി വിധി അന്തിമമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഈ സംഘടനകളെല്ലാം തന്നെയുള്ളത്, പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിലുള്ള സംഘടനകളെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ തിരിച്ച് സംഘടനയിലേക്ക് എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് പോകാം എന്ന് അവർ തീരുമാനിക്കുന്നത്. ഒറ്റയടിക്ക് സംഘടനയിലേക്ക് തിരിച്ചു വരുന്നതിന് പകരം അടുത്ത കൂട്ടായി എടുക്കുന്ന യോഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയുടെ ഭാഗമാക്കി ദിലീപിനെ തിരിച്ച് സംഘടനാ തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. താരസംഘടനയിലാണെങ്കിൽ പോലും അംഗത്വം പുതുക്കി നൽകുന്നതിനെക്കുറിച്ചടക്കമുള്ള കാര്യങ്ങൾ സജീവമായി തന്നെ ചർച്ചയിലുണ്ട്. മാത്രമല്ല, ഇന്ന് വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി പരസ്യ പ്രതികരണം നടത്തിയവർ കൂടാതെ ആലുവയിലെ ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തിയവരുടെ എണ്ണവും വളരെ വലുതായിരുന്നു. അത് ചലച്ചിത്ര മേഖലയുടെ വിവിധ തലങ്ങളിലുള്ളവർ, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസായ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് ചലച്ചിത്ര മേഖലയിലേക്കുള്ള ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവിന് ഈ വിധി നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ്. ചലച്ചിത്ര മേഖലയിൽ ആ മനുഷ്യൻ ഇല്ലാതിരുന്ന സമയത്ത് പോലും അയാളുടെ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് പല സിനിമകളെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന രീതിയിലെല്ലാം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധി പൂർണ്ണമായും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സ്വാധീനിക്കുന്നതാണ്. മാത്രമല്ല, പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച വാദമുഖങ്ങളെല്ലാം തന്നെ കോടതി പൂർണ്ണമായും നിരസിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അതിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.